പറഞ്ഞത് തെറ്റി. കുട്ടി വരുന്നു എന്ന് പറ. ഹലോ, താനേതോ? കുപ്പിച്ചാത്തൻ ലംബോച്ചനെ എന്നെ അയച്ചത്. ഹലോ, ഞാൻ ഒരു കുട്ടിച്ചാത്തൻ. പേര് ലുട്ടാപ്പി. ഹലോ, ഇവിടെ കുപ്പിയുടെ ആവശ്യമുണ്ടെന്ന് ലംബോച്ചൻ പറഞ്ഞു. ഇവിടെ ആവശ്യത്തിന് കുപ്പിയുണ്ട്, പക്ഷേ ആഴ്ചയിൽ ഓരോ കുപ്പി പൊട്ടും. ഞാൻ പൊട്ടാത്ത കുപ്പിയാ. എന്തെങ്കിലും ജോലിയുണ്ടോ? പറഞ്ഞത് എന്തോം ചെയ്യാം. ജോലിയുണ്ട്. ആ മായാവിയെ പിടിക്കണം. ഇവനാണ് പുള്ളി. പിടിക്കണം. ആദ്യം അവന്റെ വടി എടുക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. ലുട്ടാപ്പിയുടെ കുന്തത്തിൽ പൊരിക്കാം. വേണ്ട, ഞാൻ പറന്നോളാം. വൈകാതെ അതായിരിക്കുന്നു. കിട്ടിപ്പോയി. കേരള എന്റെ ഉള്ളിൽ. കുട്ടൂസിനെ എന്നെ അയച്ചത് അറിയാമോ? രാധേ, മായാവി കുടുങ്ങി. ഒരു സൂത്രം ഒപ്പിക്കാം. ഹയ്യടാ ഹയ്യ, കുട്ടൂസന്റെ സൂത്രം നടന്നേ. അതെ, മായാവി അകത്തു കയറിയാൽ പുറത്തു വരില്ല. ഇനി സ്ഥിരം മായാവി കുപ്പിയുടെ അകത്തുണ്ടാകും. ചതിച്ചോ? ഇവരുടെ സൂത്രം കൊള്ളാം. ഇറങ്ങണ പുറത്ത്. ഏണാ ഇറങ്ങാൻ. ഇല്ല, ഇറങ്ങുന്ന പ്രശ്നമില്ല. ഇറങ്ങാൻ പറ്റില്ല. എടാ, ഞാൻ കാല് പിടിക്കാം. പറയുന്നത് എന്തും ചെയ്യാം. ഓഹോ, എങ്കിൽ ഇനി ഈ ഏരിയയിൽ കാണരുത്. ഇല്ല, ഞാൻ ഈ ഡിസ്ട്രിക്റ്റിൽ വരില്ല. ഇതാ നിന്റെ വടി. അയ്യോ. അവൻ പമ്പ കടന്നു. രാജു, രാധേ, താങ്ക് യു. കുട്ടൂസൻ കാര്യം അറിഞ്ഞപ്പോൾ രണ്ടു തരത്തിൽ ഇത് സംഭവിക്കാം. ഒന്ന് കാട്ടുപൊടി, രണ്ട് കാട്ടുവെള്ളം. കാട്ടുപൊടി എന്നിൽ വീണാലും അതിൽ ചില്ലകൾ വളരും. അതുപോലെ കാട്ടിലേതോ ഒരു കുളത്തിലെ കാട്ടുവെള്ളം വീണാലും ചില്ലകൾ വളരും. എങ്കിൽ കാട്ടുപൊടി കാറ്റത്ത് പറന്ന് കുന്തത്തിൽ വീണതാ. ചില്ലകൾ കുറച്ചു കളഞ്ഞാൽ മതിയടാ. ലുട്ടാപ്പിയുടെ കുന്തത്തിൽ ചില്ല വന്നല്ലോ. എങ്കിൽ കുന്തത്തിൽ കാട്ടുപൊടി പറ്റി പിടിച്ചിട്ടുണ്ടെന്നർത്ഥം. എടാ, കുന്തം നമ്മ എന്ന് കഴുകിയാൽ പൊടി മാറ്റാം. പാവൻ ലുട്ടാപ്പി. ഇനി ആർക്കും ഈ പ്രശ്നം പറ്റരുത്. കുളത്തിനടുത്ത് ഒരു ബോർഡ് വെക്കണം.